വലിയ മനുഷ്യ മഹാസമുദ്രത്തെ അണിനിരത്താനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ ബിഷപ്പ് ഹൌസിൽ ഇരിക്കുന്ന തരിയൻ ഞാളിയർ എന്ന വൈദികന് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം, തരിയൻ ഞാളിയൻ ഈ ബിഷപ്പ് ഹൌസിൽ നിന്ന് പുറത്തു പോകാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമേ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പരിഹാര ശ്രമങ്ങളെയും അട്ടിമറിക്കാൻ അദ്ദേഹം കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ കുതന്ത്രത്തിൽ, തരിയൻ ഞാളിയന്റെ ആ കുതന്ത്രത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ വീണുപോയിട്ടുണ്ടെങ്കിൽ, മെത്രാപ്പോലീത്തൻ വികാരി ആർച്ച് ബിഷപ്പ് പാംപ്ലാനി വീണുപോയിട്ടുണ്ടെങ്കിൽ, ആർച്ച് ബിഷപ്പ് പാംപ്ലാനിക്കും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിനും ഒരു താക്കീത് നൽകുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാലുകുത്താൻ നിങ്ങൾ അനുവദിക്കുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനി മുമ്പോട്ട് നീങ്ങാൻ. ഞങ്ങൾ പലവട്ടം പറഞ്ഞതാണ്, അനാവശ്യമായി പ്രതിസന്ധികൾ ഉണ്ടാക്കരുത്, അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇത് അൽമായ മുന്നേറ്റമോ ഇവിടുത്തെ വിശ്വാസികളോ ഉണ്ടാക്കിയ പ്രശ്നമല്ല. മറിച്ച് ഇന്ന് ഈ പ്രശ്നമുണ്ടാക്കിയത് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഞങ്ങൾ പറയുകയാണ്, ഇനി മേലിൽ ഇത്തരം ഒരു പ്രവൃത്തിക്ക് മുതിർന്നാൽ ഞങ്ങളിവിടെ 400ഓളം വൈദികരും 40,000-ഓളം വരുന്ന വിശ്വാസികളും ഒരുമിച്ച് നിന്ന് പ്രതിഷേധിക്കുന്ന ഒരു സമയമുണ്ടാകും. അതിനായി നിങ്ങൾ കളമൊരുക്കരുത് എന്നവർക്ക് താക്കീത് നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഈ ക്രിമിനൽ കൂരിയയുടെ കാലാവധി കഴിഞ്ഞു. ഈ കൂരിയ ഇവിടെ കൂരിയ എന്ന് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഈ കൂരിയയുമായി ഒരു വൈദികനും സംസാരിക്കാറില്ല, ഒരു മെത്രാനും സംസാരിക്കാറില്ല. ആരും സംസാരിക്കാതെ ഈ കൂരിയ ഇവിടെ അവസാനിക്കുകയാണ്. ആ കൂരിയയുടെ പുറത്തു പോകുന്ന ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ മാത്രം ബാക്കിയുള്ളപ്പോ അവരുണ്ടാക്കുന്ന കുതന്ത്രങ്ങളാണ് ഇതെന്ന് നമുക്ക് നന്നായി അറിയാം. എന്നാൽ കൃത്യമായി താക്കീത് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ മുന്നേറ്റം പുലി പതുങ്ങുന്നതുപോലെ ഒന്ന് പതുങ്ങി എന്ന് കരുതി നിങ്ങളത് ഒരവസരമായി കാണണ്ട. കുതിച്ച് ചാടാൻ ഒരുങ്ങിയാൽ ഈ ബിഷപ്പ് ഉണ്ടാവണമെന്നില്ല. അതൊരു